നമസ്കാരം. കഴിഞ്ഞ ദിവസമൊക്കെ ഈ നടി നിഖില വിമൽ, ആ നിഖില വിമലിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി സന്യാസം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നടി നിഖില വിമലിനെതിരെ അത്തരത്തിൽ കടുത്ത സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ ആക്രമണം നടത്തിയവർ ഒന്ന് ചിന്തിക്കുക, എന്തിനാണ് അവർ ചെയ്തത്? നടിയുടെ സഹോദരി സന്യാസം സ്വീകരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്ന ആ സാഹചര്യത്തിലാണ് നിഖിലയ്ക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം അഖില വിമൽ, അതാണ് നിഖിലയുടെ ചേച്ചി, സന്യാസത്തിലേക്ക് കടന്നു. അവന്തിക ഭാരതി എന്നുള്ള പേര് സ്വീകരിച്ചു. സന്യാസ വേഷത്തിലേക്ക് കാവ്യ തലപ്പാവൊക്കെ ധരിച്ചിരിക്കുന്ന അഖിലയുടെ ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട് അഭിനവ ബാലാനന്ദ ഭൈരവ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇതിലൂടെ വൈറലായത്. ജൂന പിടാദീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവേദാശാനന്ദ ഗിരി മഹാരാജയിൽ നിന്നും എൻ്റെ ശിഷ്യയായ അഖില ഇന്ന് അവന്തികാ ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവ കുറിച്ചു വച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നിഖിലയ്ക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉയർന്നു വന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറയപ്പെടുന്ന മുൻ ഒരു നക്സലൈറ്റാണ്, സഹോദരി സന്യാസി. കമ്മ്യൂണിസ്റ്റ് സഖാവിനും തിരിച്ചറിവുണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള കുറിപ്പുകൾ നടിക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിഖില ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമൊക്കെ അത്തരത്തിലുള്ള കമൻറ്റുകളായി എത്തുന്നുണ്ട്. അതേസമയം ഈ കലാമണ്ഡലം വിമലാദേവിയുടെയും MR പവിത്രൻ്റെയും മക്കളാണ് ഈ അഖിലയും നിഖിലയും എന്ന് പറയപ്പെടുന്ന കുട്ടികൾ. അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് രണ്ടുപേരും നൃത്തമൊക്കെ പഠിക്കുകയും അതിനുശേഷം ചെറുപ്രായത്തിലെ നിഖില ഈ സിനിമയിലൊക്കെ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ മൂത്ത സഹോദരിയായിട്ടുള്ള അഖില എന്ന് പറയപ്പെടുന്ന അഖില വിമൽ പഠനത്തിനാണ് അന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഡൽഹിയിലെ JNUവിൽ ഈ തിയേറ്റർ ആർട്സിൽ ഗവേഷണമൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് അഖില ഉപരിപഠനത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ അവിടെ ഫെലോഷിപ്പൊക്കെ നേടി. അങ്ങനെ അവിടെ ഫെലോ ആയിരുന്നു ഈ അഖില എന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവർ സന്യാസ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നു. അത് ഓരോരുത്തരുടെയും അവകാശമാണ്. അത് നമ്മുടെ രാജ്യം നൽകുന്ന അധികാരവും അവകാശവും ഒക്കെയാണ്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചാണ്. അതിന് വെറുതെ ഈ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നു നിന്ന് നട്ടലില്ലാതെ തെറിവിളിക്കുന്നത് കൊണ്ടോ കാര്യമായില്ല എന്നുള്ളതാണ്. നടി നിഖില വിമലിന് ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ചിലപ്പോൾ അവർ ചില ഇൻ്റർവ്യൂകളിൽ തഗ് മറുപടികൾ നൽകുന്നുണ്ടാകും. ഇതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ആർക്കും അതിനകത്തേക്ക് കടന്നു കയറേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നടി നിഖില വിമലും അഖില വിമലും ഒപ്പം അദ്ദേഹത്തിൻ്റെ പിതാവുമൊക്കെ പലതരത്തിൽ, ഇപ്പോൾ ഇവിടെ കാവ്യ വസ്ത്രധാരിയായി മാറുന്ന അഖിലയും കമ്മ്യൂണിസ്റ്റ് നക്സലിസം പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ പഴയ നക്സലേറ്റ് ആയിരുന്ന നിഖിലയുടെ പിതാവുമൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് നിഖില വിമലിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടുത്ത വിമർശനം ഉണ്ടാകുന്നത്. പക്ഷേ നിഖില വിമലിന് ചിലപ്പോൾ ചില കുഴപ്പങ്ങളില്ലേ എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ടാകാം. നിഖില വിമലും ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. സൈബർ ആക്രമണം നടത്തുന്നവർ ഇനിയും നിങ്ങളെ ആക്രമിക്കുക തന്നെ ചെയ്യും, അതിനൊന്നും മാറ്റമുണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളുമായി മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ സന്യാസം എന്ന് പറയപ്പെടുന്നത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് സ്വീകരിക്കേണ്ടത് നടി നിഖില വിമൽ. ഇനി അഖില സ്വന്തം സഹോദരി ഈ പറയുന്ന സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞു. നിഖില വിമൽ ഇനി സന്യാസം സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളായിട്ടായിരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഉണരുന്നതും ഉറങ്ങുന്നതുമൊക്കെ. അതുകൊണ്ട് നടി നിഖില വിമലിന് പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എവിടെ വരെ എത്തണം, എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിച്ചു വേണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള സൂചന കൂടി നൽകുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ വളരെ നിശ്ചിതമായി കിട്ടിയ അവസരത്തിൽ സോഷ്യൽ മീഡിയ നിങ്ങളെ അലക്കി വാരുന്നത് എന്നത് മറന്നു പോകരുത്.